ഹലോ, നമ്മളൊരു പച്ചക്കറിപ്പാടത്തേക്കാണ് പോകുന്നത്. എൻ്റെ പാപ്പൻ്റെയും മേമൻ്റെയും പച്ചക്കറിപ്പാടാണ്. പച്ചക്കറിപ്പാടെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ തണ്ണിമത്തൻ ചക്കരമത്തനാണ് ഒരു ഭാഗത്ത്, പിന്നെ കുറച്ച് വെണ്ടയ്ക്കും. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടില്ലേ, നിറച്ചുണ്ട് ചക്കരമത്തൻ ഉണ്ടായിട്ട്. പിന്നെ ഇത് 2 ദിവസമായിട്ട് നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും മൂപ്പൊന്നും ആയില്ല, അപ്പോഴേക്കും മഴ പെയ്തു. ഇനി അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് ചീഞ്ഞു തുടങ്ങുമല്ലോ. അപ്പോൾ ഇതിന് പെട്ടെന്ന് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല മധുരമുണ്ട്, സാധനം നല്ല മധുരം ഉണ്ടായിരുന്നു, വലിപ്പവും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു ചീയൽ വന്നു തുടങ്ങിയത് നമ്മൾ പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഏരിയയിലാണ്, ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള പാടത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഏരിയ മൊത്തം നമ്മൾ ഈ ചക്കരമത്തന് വേണ്ടിയിട്ടും, പിന്നെ ഒരു ഏരിയ മൊത്തം വെണ്ടയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുമാണ്. വെണ്ടയ്ക്ക് നമ്മൾ ദിവസം വന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പാകമായ വെണ്ടയ്ക്ക നോക്കി പറിക്കണമല്ലോ, മൂക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അതും ഒരു ടാസ്ക്കാണ്. എന്നും രാവിലെ വന്നിട്ട് ഇത് രണ്ടും പറിക്കലാണ് പരിപാടി. ഈ മഴ പെയ്തുകൊണ്ട് നല്ല ചളിയുണ്ട്, നമ്മൾ ചവിട്ടുന്നിടത്തൊക്കെ ചളിയും വെള്ളവും തന്നെയാണ്. പക്ഷേ എന്നാലും നല്ല ഭംഗിയാണ്. ഈ വെണ്ടയ്ക്ക മൂത്തത് ഇങ്ങനെ പറിച്ചുകൊണ്ട് ചെറുത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്, നല്ല രസമുണ്ട്. പൂവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം 2 ആൾ 2 കവറിൽ പറിച്ചിട്ടുണ്ട്. കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനം. അപ്പം നമുക്കൊന്ന് വേഗം ഓടി നടന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം എല്ലാത്തിന്മേലും വെണ്ടയ്ക്ക ഉണ്ട്. ഓരോ തൈയിലും നടന്ന് അത് നോക്കി പറിച്ച് വരുമ്പോഴേക്കും ഒരു നേരമാവും. മേമ രാവിലെ ഇറങ്ങിയിട്ട് 1 മണിക്കൂറൊക്കെ പിടിക്കും അത്ര ഇത് പറിച്ച് കഴിഞ്ഞ് തിരിച്ച് കയറാൻ. അപ്പോൾ ഞാനും കുറച്ച് ഇതൊക്കെ ഒന്ന് എടുക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് മൂത്തതൊക്കെ നോക്കി നോക്കി എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി നിന്നു. നല്ല രസമാണ്, ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇത് ഒരു ദിവസം വന്നുകൊണ്ടാണെന്നറിയില്ല, നല്ല രസമായിരുന്നു. പോകുന്നതാണ് മേമ. മാക്സിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ അങ്ങോട്ട് ആളെ കാണിക്കാത്ത കേട്ടോ. അങ്ങനെ പച്ചക്കറിത്തോട്ടത്തിൽ ഇന്ന് കിട്ടിയ വെണ്ടയ്ക്കാണ് ഈ കാണുന്നത്. ഇവിടെ വെള്ളരി ഉണ്ടായിരുന്നു, തൊട്ടപ്പുറത്താണ്, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു, പറിച്ച് കഴിഞ്ഞതാണ്. എല്ലതും നമ്മൾ കഴിഞ്ഞതാണ് ഈ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കൂടി ഒരു ചന്തയിൽ വിൽക്കാൻ പോവാണ്, നമ്മുടെ നാട്ടിലൊരു വിഷുച്ചന്ത. അപ്പോൾ അവിടെ വിൽക്കാൻ വേണ്ടി ഇന്ന് കൊണ്ടുപോകുക കേട്ടോ. അതൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് പറിച്ച് വെച്ച വെള്ളരിയും ഒക്കെ ഉണ്ട്, മുമ്പ് പറിച്ച് വെച്ച ചക്കരമത്തനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ചക്കരമത്തൻ ഇത് മാത്രമല്ല, നമ്മൾ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളരിയും ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. കണിവെള്ളരിയാണ്, നല്ല വെള്ളരി, നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്. ഇത് കണ്ടില്ലേ, ഈ ഒരു ചാക്കിലും ഉണ്ട്. ഇനി ഇന്ന് പറിച്ചൊക്കെ കൂടി വേറൊരു ചാക്കിലൊക്കെ ആക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ കേട്ടോ, നമ്മളെ ചന്ത നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കണം. അത് നല്ലൊരു ചക്കരമത്തൻ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ച് അതിൻ്റെ നടുഭാഗം തന്നെ ഒന്ന് മുറിച്ച് നോക്കുകയാണ്. ആ ഭാഗത്തല്ലേ നല്ല കറക്റ്റ് മധുരം അറിയാം. അപ്പോൾ എന്തായാലും ഇത് സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. മുറിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം റെഡ് കളറും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്